ഇന്ന് എന്നോടൊപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി സന്ദീപ് തമ്പാനൂർ. അദ്ദേഹത്തോട് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിക്കാം. കാരണം ശബരിമല സ്വർണ്ണ തട്ടിപ്പ് അത് പുറത്തു വന്നതിന് ശേഷം ഹൈന്ദവ സംഘടനകൾ സജീവമായി പ്രക്ഷോഭവുമായി രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. ഹിന്ദു ഐക്യവേദി തന്നെയാണ് മുൻനിരയിൽ നിൽക്കുന്നത്. സന്ദീപിലേക്ക് പോകുന്നു. സന്ദീപ്, ഇന്ന് ക്രൈംബ്രാഞ്ച് ആസ്ഥാനത്ത് FIR രജിസ്റ്റർ ചെയ്യുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഓരോ ദിവസം കഴിയുന്തോറും ഞെട്ടിക്കുന്ന വാർത്തകളാണ് പുറത്തു വരുന്നത്. ദ്വാരപാലക ശില്പങ്ങളുടെ സ്വർണ്ണപ്പാളി ഇളക്കിക്കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു പ്രശ്നം. പിന്നീടാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ശ്രീകോവിലിൻ്റെ വാതിൽ ഉൾപ്പെടെ കടത്തിക്കൊണ്ടുപോയിരിക്കുന്നു. മാത്രമല്ല, തിരികെ വച്ചിരിക്കുന്നത് ഒറിജിനൽ അല്ല, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് എന്ന് മനസ്സിലാക്കുന്നു. മാത്രമല്ല, ഈ കവർച്ച അല്ല പ്രധാനം, അത് വിൽപ്പന നടത്തി എന്നുള്ളതാണ്, മറച്ചു വിറ്റു എന്നുള്ളതാണ്. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ആണ്. എന്തായാലും ഇനി ഒരുപക്ഷെ പ്രക്ഷോഭത്തിൻ്റെ നാളുകൾ ആയിരിക്കും ഹിന്ദു ഐക്യവേദിയെ സംബന്ധിച്ചിടത്തോളം, അല്ലേ? തീർച്ചയായിട്ടും ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസം കഴിയുന്തോറും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഭക്തജനങ്ങൾ ആശങ്കാകുലരാണ്. അവർ വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. ഒരിക്കലും അത് ക്ഷമിക്കാൻ പറ്റുന്ന ഒരു തരത്തിലല്ല ഓരോ ദിവസവും പുറത്തു വരുന്ന കാര്യങ്ങൾ അനുമാനിക്കുമ്പോൾ ഇപ്പോൾ പലരും പറഞ്ഞു തുടങ്ങിയത് അയ്യപ്പൻ തന്നെ ഇത് വഴികാട്ടാൻ വേണ്ടി ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇത് CPM വളരെ കൃത്യമായി രാഷ്ട്രീയമായി ഉപയോഗിക്കുവാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് ഇതെല്ലാം പുറത്തു വന്നത്. അപ്പോൾ ഇതിൻ്റെ യഥാർത്ഥ ശക്തി, അയ്യപ്പൻ്റെ യഥാർത്ഥ ശക്തി എന്താണ് എന്ന് അനുദിനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയമായി ഉപയോഗിക്കാൻ വേണ്ടി എന്നപ്പോഴാണ് നമുക്കറിയാം അവിടുത്തെ ഈ ദ്വാരപാലകന്മാരുടെ ഈ സ്വർണ്ണപ്പാളി അവിടുന്ന് അനുമതിയില്ലാതെ കൊണ്ടുപോയതാണ് ഇതിൻ്റെ തുടക്കം. 1.5 മാസം മുമ്പ്. ഇതിൽ വളരെ കൃത്യമായി പറയാൻ പറ്റുന്നത് 2023 ബഹുമാനപ്പെട്ട ഹൈക്കോടതി കൃത്യമായ ഒരു നിരീക്ഷണം നടത്തിയിരുന്നു. അവിടുത്തെ ഏത് കാര്യം നടന്നാലും അവിടുത്തെ സ്പെഷ്യൽ കമ്മീഷണറുമായി ബന്ധപ്പെട്ടതിന് ശേഷം മാത്രമാണ് അത്തരത്തിൽ അവിടെ എന്ത് കാര്യം നടത്തിയാലും ചെയ്യാൻ പാടുള്ളൂ എന്ന് കൃത്യമായ നിരീക്ഷണം നടത്തിയ സ്ഥിതിക്ക് അത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് യഥാർത്ഥത്തിൽ മറച്ചു വെച്ചുകൊണ്ട് അവിടുത്തെ ഈ സ്വർണ്ണപ്പാളി പുറത്തു കൊണ്ടുപോയതാണ് ഇതിന് ആദ്യം തുടക്കമുണ്ടായത്. ആ തുടക്കത്തിൽ നിന്നാണ് യഥാർത്ഥത്തിൽ ഇന്ന് നമുക്ക് കാണിക്കുന്ന ഞെട്ടിക്കുന്ന ഈ സ്വർണ്ണ തട്ടിപ്പ്, കൂട്ടക്കവർച്ച എന്ന് വേണമെങ്കിൽ പറയാം ഇതിനെ. ഇപ്പോൾ അത്തരത്തിലെത്തി നിൽക്കുന്നത്. അപ്പോൾ ഇനി അനുദിനം ഇന്നലെ മുതൽ കേൾക്കുന്നത് അൽപേഷ്, ഗോവർദ്ധൻ എന്നുള്ള പുതിയ പുതിയ പേരുകൾ. ഇവരൊക്കെ ആരാണ്? ശബരിമലയെ സംബന്ധിച്ച് ഇവർക്കുള്ള ബന്ധം എന്താണ് എന്നൊക്കെ വരുന്ന ആളുകളിൽ ഇനി കാണേണ്ടിയിരിക്കുകയാണ്. വലിയൊരു നെക്സസ്, വലിയൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു മാഫിയ. അതെനിക്ക് തോന്നുന്നു സംസ്ഥാനത്തിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല, അന്തർ സംസ്ഥാന ബന്ധമാണ് ഇതിനകത്ത് വരുന്നത്. അതിലാണ് ഹിന്ദു ഐക്യവേദിയുടെ ആശങ്കയും. കാരണം ഒരു SITയുടെ അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണം ഉണ്ടെങ്കിലും ഹൈക്കോടതി വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്, ഇവിടുത്തെ പോലീസ് സംവിധാനത്തിനെയോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിനെയോ അല്ലെങ്കിൽ തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിനെ പോലും ഇക്കാര്യത്തിൽ കോടതി പോലും അവരോടൊന്നല്ല, കോടതിയോട് നേരിട്ട് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് വളരെ കൃത്യമായി പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇവരിൽ ആരും വിശ്വാസമില്ല എന്ന് കൃത്യമായി തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ ഗവൺമെൻറ് ഇപ്പോഴും ഇരുട്ടിൽ തപ്പുകയാണ്. ദേവസ്വം ബോർഡ് ഈ പ്രശാന്ത് ഇപ്പോൾ പറയുന്നത് ഞങ്ങളല്ല കുറ്റക്കാർ, 2019 ബോർഡാണ് എന്ന് പറഞ്ഞ് തലയുരിയാണ്. അപ്പോൾ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പഴിചാരിക്കൊണ്ട് യഥാർത്ഥത്തിൽ ആരെയാണ് വഞ്ചിക്കപ്പെട്ടത്? ഇവിടുത്തെ ഹൈന്ദവ സമൂഹമാണ്, അയ്യപ്പ ഭക്തന്മാരാണ് വഞ്ചിക്കപ്പെട്ടിരിക്കുന്നത്. ഇത് ചെറിയൊരു കാര്യമല്ല. ഈ വിശ്വാസം അവർക്ക് എങ്ങനെ നേടിയെടുക്കാൻ സാധിക്കും? ഇവരെല്ലാം ഇതിപ്പോൾ കേരളത്തിൽ ഈ പണ്ടൊക്കെ നമ്മൾ തമാശയ്ക്ക് അമ്പലം വിഴുങ്ങികൾ എന്ന് പറയും, അല്ലേ? ഇപ്പൊ നമുക്ക് യഥാർത്ഥത്തിൽ ബോധ്യപ്പെട്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അമ്പലം ഇപ്പോൾ ഇത് കേവലം ഇപ്പോൾ ഈ വിഷയം ഉണ്ടായി വന്നപ്പോൾ ഇത് ശബരിമലയിൽ ഒതുങ്ങി നിൽക്കുന്നില്ല. കേരളത്തിൽ ഉടനീളം സർക്കാരിൻ്റെ നിയന്ത്രണത്തിലുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഇത്തരമുള്ള തട്ടിപ്പുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് എവിടെയാണ്, ആരെയാണ് വിശ്വസിക്കാൻ സാധിക്കുക എന്നുള്ളത് ഭക്തജനങ്ങൾ എന്ത് ആശങ്കയിലാണ്. അല്ല, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത അറിഞ്ഞു, എന്നെ നേരിട്ട് ബന്ധപ്പെട്ടതാണ്. തൃപ്പൂണിത്തുറയിലെ പൂർണ്ണത്രയേശ്വര ക്ഷേത്രം. അപ്പോൾ അവിടെ നേരത്തെ ഉപദേശ സമിതിയിൽ ഉണ്ടായിരുന്ന അദ്ദേഹം പറഞ്ഞത് ശബരിമല ഒന്നും അല്ല എന്നുള്ളതാണ്. അവിടെ കൊച്ചി രാജാവ് കൊടുത്ത കിരീടം അടക്കം അടിച്ചു മാറ്റിയിരിക്കുകയാണെന്ന് പറയുന്നു. വൻ കവർച്ചയാണ് നടത്തിയിരിക്കുന്നത്. മാത്രമല്ല, തിരികെ വെച്ചിരിക്കുന്നതെല്ലാം ഇതുപോലെ ഡ്യൂപ്ലിക്കേറ്റ് ആണ്. യഥാർത്ഥത്തിലുള്ളതെല്ലാം അടിച്ചു മാറ്റുക, ഒറിജിനലെല്ലാം അടിച്ചു മാറ്റിയ ശേഷം ഡ്യൂപ്ലിക്കേറ്റ് കൊണ്ടുവയ്ക്കുക. കാരണം അന്നത്തെ രാജാവിൻ്റെ കാലത്തൊക്കെ തനി തങ്കമാണ്, അല്ലേ? ഒരു കാരണവശാലും ക്ലാവ് പിടിക്കില്ല.
കിരീടമൊന്നും ഒരു കാരണവശാലും ക്ലാവ് പിടിക്കില്ല. ഇത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായ സമയത്ത് പിന്നെ ഈ നിലവറ തുറന്ന് പരിശോധിച്ച സമയത്ത് കല്ലറ തുറന്ന് പരിശോധിച്ച സമയത്ത് കിരീടമൊക്കെ ഇങ്ങനെ കറുത്ത് വല്ലാത്തൊരു രൂപത്തിലേക്ക് മാറിയിരിക്കുന്നുള്ളൂ. ഒരു കാരണവശാലും തങ്കത്തിന് ക്ലാവ് പിടിക്കില്ല. അപ്പോൾ സ്വാഭാവികമായും എല്ലാം അടിച്ചു മാറ്റിയിരിക്കുന്നു. മുംബൈയിൽ ഏതൊരു മാർവാടിക്ക് കൊടുത്തിരിക്കുന്നു എന്ന്, ഇതെല്ലാം തൂക്കി വിറ്റിരിക്കുന്നു എന്ന്. അപ്പം നോക്കൂ, എത്ര ഭീകരന്മാരാണ്, എത്ര വലിയ കൊള്ളക്കാരാണ് ദേവസ്വത്തിലിരിക്കുന്നത്. അതായത് നമ്മൾ നേരത്തെ എല്ലാം ഇവിടെ എല്ലാവരും പ്രസംഗത്തിൽ സൂചിപ്പിച്ചു പോകുന്നത് ഇവിടുത്തെ ക്ഷേത്രങ്ങൾ മുഴുവൻ പണ്ട് നശിപ്പിക്കപ്പെട്ടത് ടിപ്പു സുൽത്താനിലൂടെയാണെന്ന്. പക്ഷേ ടിപ്പുവിനെ പോലും വെല്ലുവിളിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ നമ്മുടെ ഭരണകർത്താക്കൾ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. ഞെട്ടിക്കുന്നതാണ് വിവരങ്ങൾ. അപ്പോൾ ഇനി ഇതിലധികം പുറത്തു വരാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഞാൻ 2 ഗുരുതരമായ ഒരു ആരോപണം, അതിൻ്റെ വസ്തുതകൾ കുറച്ചുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ ശബരിമലയിലെ സ്വർണ്ണക്കൊടിമരവുമായി ബന്ധപ്പെട്ട്, സ്വർണ്ണക്കൊടിമരം അവിടെ സ്ഥാപിക്കപ്പെട്ടപ്പോൾ ആ സ്വർണ്ണക്കൊടിമരത്തിൻ്റെ മുകളിൽ വാജിവാഹനം ഉണ്ടായിരുന്നു. നേരത്തെ ഉണ്ടായിരുന്ന വാജിവാഹനത്തെ സംബന്ധിച്ച് കൃത്യമായ ഒരു അന്വേഷണം നടത്തേണ്ടതുണ്ട്. അതിലെല്ലാം തട്ടിപ്പുകളുണ്ട് എന്നാണ് പുറത്തു വരുന്നത്. തന്ത്രി പറയുന്ന അദ്ദേഹത്തിന് കൈവശം ഉണ്ട് എന്നാണ് കണ്ഠരര് രാജീവൻ. അതെ, അതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇത് പല ആന്ധ്രാപ്രദേശിലെ ഒരു കോടീശ്വരന്റെ വീട്ടിൽ ഇത് ഇരിപ്പുണ്ടെന്നും പറയുന്നു. അതാണ്. അപ്പോൾ അത് സ്ഥിരീകരിക്കാത്ത നിരവധി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതുപോലെയാണ് വളരെ ഗൗരവതരമായിട്ട് നമ്മുടെ ശ്രീ തിരുനാൾ മഹാരാജാവ്, അദ്ദേഹത്തിൻ്റെ സമയത്ത് സ്കൗട്ടിൻ്റെ ഒരു യൂണിഫോം, തങ്കത്തിലുണ്ടാക്കിയ യൂണിഫോം ശബരിമല ശ്രീധർമ്മശാസ്താവിൻ്റെ നടയിൽ വെച്ചിട്ടുണ്ട്. അത് പുതിയ വിവരമാണ്. പക്ഷേ ഇതിനെക്കുറിച്ച് എവിടെയും ഒന്നും പറയുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ തന്നെ അവിടുത്തെ സ്ട്രോങ് റൂം തുറന്ന് പരിശോധിക്കുമെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൽ ഇക്കാര്യം പുറത്തു വരുമോ, അല്ലെങ്കിൽ ഇത് അവിടെ നിന്ന് പോയോ? അപ്പോൾ സതീജി, പക്ഷേ അവിടെ ഇപ്പം ജസ്റ്റിസ് KT ശങ്കരൻ പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് അദ്ദേഹം മല ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോക്കൂ, അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിട്ടുള്ള ദൗത്യം ഇൻവെന്ററി പരിശോധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഈ രജിസ്റ്ററുകളിൽ തന്നെ പലതരത്തിലുള്ള തിരുത്തലുകൾ നടത്തിയിട്ടുണ്ടാവില്ലേ? ഇത് കാരണം ഇത്രയും വലിയ കൊള്ള നടത്തിയവർക്ക് ഇത് സംബന്ധിച്ചിടത്തോളം രജിസ്റ്റർ തിരുത്തുക എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ എളുപ്പത്തിൽ സാധിക്കുന്നതാണ്, അല്ലേ? അപ്പോൾ രജിസ്റ്ററുകളുടെ അടിസ്ഥാനത്തിൽ ഒരു റിപ്പോർട്ട് ഹൈക്കോടതിക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു റിപ്പോർട്ടിൽ യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ നൽകാൻ പറ്റുമോ? അതും ഒരു സംശയമില്ല. കാരണം ഈ എന്തൊക്കെ അവിടെ ഇതുപോലെ സമർപ്പിച്ചിട്ടുണ്ട്, അയ്യപ്പ ഭക്ത കാണിക്കയായിട്ട് സമർപ്പിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും രേഖകളുണ്ടോ, അല്ലേ? ആ രേഖകൾ അത് ഇൻവെന്ററി ആയിട്ട് മാറിയിട്ടുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും. അങ്ങനെ ഇൻവെന്ററിയിൽ ഇത് രേഖപ്പെടുത്തിയ ഇൻവെന്ററിയിൽ പോലും സ്വർണം ചെമ്പ് ആവിയാകുന്നു എന്ന കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു അന്വേഷണം നടക്കണം ഇതിനൊക്കെ. അപ്പോൾ ശബരിമലയുടെ ഇത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ കേരളത്തിലെ ദേവസ്വം ബോർഡുകളുടെ ഈ ഇത്തരം കാര്യങ്ങളുള്ള സമഗ്രമായ അന്വേഷണമാണ് യഥാർത്ഥത്തിൽ വേണ്ടത്. കഴിഞ്ഞ കാലങ്ങളിൽ ഇതെന്താണ് സംഭവിച്ചത്, എത്രത്തോളം ഇവിടെ ഉണ്ട്, കൃത്യമായ ഇപ്പോഴുള്ള നിലവിലുള്ള ആസ്തിയെക്കുറിച്ച് യഥാർത്ഥത്തിൽ പബ്ലിഷ് ചെയ്യണം. അതിനെക്കുറിച്ച് പിന്നെ കഴിഞ്ഞ കാലങ്ങളിൽ, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ സ്കൗട്ടിൻ്റെ യൂണിഫോം എന്ന് പറയുന്നത് ചരിത്രരേഖകളിലുണ്ടത്, അദ്ദേഹം സമർപ്പിച്ചതായിട്ട്. അപ്പോൾ അത് സമർപ്പിച്ചില്ല, അല്ലെങ്കിൽ രജിസ്റ്ററിൽ രേഖപ്പെടുത്താത്തതുകൊണ്ട് അവിടെ വന്നില്ല എന്ന് എന്താ മഹാരാജാവിന് കള്ളത്തരം പറയേണ്ട കാര്യമില്ല. അത് കൃത്യമായിട്ട് അന്നത്തെ എനിക്ക് മനസ്സിലാക്കുന്നത് ഗോവർദ്ധരാജയാണ് അന്നത്തെ ദേവസ്വം കമ്മീഷണർ. അദ്ദേഹത്തിൻ്റെ കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് കൂടുതൽ അന്വേഷണങ്ങളും അത് കൃത്യമായ ഒരു അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത്തരത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ ഹൈന്ദവ സമൂഹവും ഭക്തജന സമൂഹത്തെയും പറ്റിക്കലായിരുന്നു ഇവിടെ ദേവസ്വം ബോർഡുകൾ ഭരിച്ചുകൊണ്ടിരുന്നവർ എന്നുള്ളത് വളരെ കൃത്യമായി തെളിയിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് അനുദിനം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു ചെറിയ സംഭവമല്ല. ഈ ഭക്തജനങ്ങൾ അവരുടെ വിശ്വാസങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റമാണ്. ഈ കടന്നുകയറ്റത്തെ നോക്കിയിരിക്കുക. കാരണം കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഇവിടുത്തെ ഹൈന്ദവ സംഘടനകൾ പറഞ്ഞു, കാരണം ഇവർക്ക് ആർക്കും ഭക്തിയില്ല. ഇവർക്കെല്ലാം ഇതൊരു കച്ചവട കേന്ദ്രങ്ങളും അഴിമതി നടത്താനുള്ള ഒരു കേന്ദ്രങ്ങളുമായിട്ട് മാത്രമാണ് ദേവസ്വം ബോർഡുകളെ തന്നെയാണല്ലോ പമ്പയിലെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്, അല്ലേ? നോക്കുക,
അതിൻ്റെ പിന്നെ ആരൊക്കെ വന്നു, എത്ര സ്പോൺസർഷിപ്പ് തുക കിട്ടി, ഇതുമായിട്ട് ബന്ധപ്പെട്ട കണക്കുകളൊന്നും ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. മാത്രമല്ല ദേവസ്വം ബോർഡ് കോടതി പറഞ്ഞത് സത്യവാങ്മൂലം നൽകിയത്, അതുപോലെ സർക്കാർ സത്യവാങ്മൂലം നൽകിയത് പൊതുഖജനാവിൽ നിന്നോ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ അക്കൗണ്ടിൽ നിന്നോ ഒരു നയാ പൈസ ചിലവാക്കില്ല എന്നാണ്. പക്ഷേ ഇതിനകം തന്നെ ദേവസ്വം ബോർഡ് 3 കോടി കൊടുത്തു. പന്തല് കെട്ടിയ വകയിൽ അതും ഊരാളുങ്കലിനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ പറയുന്നത്, ഇവരുടെ ഈ കോടതിയിൽ കൊടുക്കുന്ന അഫിഡവിറ്റുകളോ ഇവർ ജനങ്ങളോട് ഭക്തജനങ്ങളോട് പറയുന്നതോ ഒന്നുമല്ല ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ വിഷയങ്ങളെടുത്താലും നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇവർ കൃത്യമായ അജണ്ടയുണ്ട്. അത് AKG സെൻറ്ററിൽ ചെയ്യുന്ന അജണ്ട അത് നടപ്പിലാക്കുവാൻ വേണ്ടി ഇവിടുത്തെ എല്ലാ ഭരണകർത്താക്കളും, പ്രത്യേകിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റിനെ സംബന്ധിച്ച് നമുക്കറിയാം. അദ്ദേഹം പുതുതായിട്ട് CPM-ൽ വന്നതാണ്. അദ്ദേഹത്തിന് സ്വപ്നം പോലും കാണാൻ പറ്റുന്നൊരു പോസ്റ്റല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. പല സീനിയർ നേതാക്കളെയും വെട്ടി അവിടെ കൊണ്ട് ഇരുത്തിയത് ഞങ്ങൾ പറയുന്നത് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നത് മാത്രമാണ് അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത്. അദ്ദേഹം വ്യക്തിപരമായി നല്ല മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹത്തിനൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് ഇവിടുത്തെ ഏതൊരു കുട്ടിക്കും അറിയാം. പക്ഷേ ഇത്തരത്തിൽ അഴിമതിയുടെ കേന്ദ്രമായിട്ട് ഈ ദേവസ്വം ബോർഡുകൾ മാറുമ്പോൾ ഭക്തജനങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് ആശങ്കയോടുകൂടി കാണുകയാണ്. അല്ല, പക്ഷേ ഹിന്ദുക്കൾക്ക് ആ ബോധവും ബോധ്യമൊക്കെ ഉണ്ടോ? ഞങ്ങൾ നിരന്തരം പറ്റിക്കപ്പെടുകയാണ് എന്നുള്ള ആ ബോധ്യം അല്ല, ഞാൻ മനസ്സിലാക്കുന്നത് അത്തരത്തിൽ ഹൈന്ദവ സമൂഹം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് പന്തളത്ത് നടത്തിയ അയ്യപ്പ വിശ്വാസികളുടെ സമ്മേളനം. അയ്യപ്പ വിശ്വാസികളുടെ സമ്മേളനം ഒരുപക്ഷെ സംഘാടകർ പ്രതീക്ഷിച്ചതിന് അപ്പുറത്തേക്കുള്ളൊരു ജനാവലി ഇവിടുത്തെ ഭക്തജനങ്ങൾ, അയ്യപ്പ സമൂഹം മുഴുവൻ ആരുടെയും പ്രേരണയില്ലാതെ സ്വയം ഇത് എൻ്റേതാണ്, ഞാനും കൂടി പ്രതികരിക്കേണ്ടതാണ് എന്നുള്ള മാനസികാവസ്ഥയിൽ ഇന്ന് കേരളം എത്തി നിൽക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു സാഹചര്യം കേരളത്തിൽ അനുദിനം വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനെ തന്ത്രപരമായി അയ്യപ്പ സംഗമത്തിലൂടെ അത് വോട്ട് ബാങ്കാക്കി മാറ്റാൻ CPM നടത്തിയ നെറികെട്ട ആ വഴിവിട്ടിട്ടുള്ള ആ നീക്കത്തിനുള്ള തിരിച്ചടി അയ്യപ്പസ്വാമിയായിട്ട് നൽകിയതാണ് ഇക്കാര്യം എന്നുള്ളതാണ് പൊതുവെ ഭക്തന്മാരെല്ലാം കരുതുന്നത്. ഒറ്റ കാര്യം കൂടെ, ഇപ്പം നോക്കൂ, ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി, അതുപോലെ തന്ത്രി, മുൻ മേൽശാന്തി, പിന്നെ കുറച്ച് ഉദ്യോഗസ്ഥ, അവരെ മാത്രം പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി ഈ രാഷ്ട്രീയ നേതൃത്വത്തെ, ദേവസ്വം ബോർഡിൻ്റെ തലപ്പത്തിരിക്കുന്നവരെ, അതുപോലെ രാഷ്ട്രീയ നേതൃത്വം, ഇവരെയൊക്കെ ഒഴിവാക്കാനുള്ളൊരു ശ്രമം നടക്കുന്നുണ്ടോ എന്ന് സംശയിക്കേണ്ടതല്ലേ? ഇല്ല, തീർച്ചയായിട്ടും. ഞങ്ങൾ ഹൈന്ദവ സംഘടനകൾ, പ്രത്യേകിച്ച് ഹിന്ദു ഐക്യവേദി വളരെ വ്യക്തമായി പറഞ്ഞത്, ഇത് കേരളത്തിന് പുറത്തുള്ള ഒരു അന്വേഷണ ഏജൻസി അന്വേഷിക്കണമെന്ന് പറയുന്നതിൻ്റെ പ്രത്യക്ഷത്തിൽ അതിനുള്ള കാരണം ഇതാണ്. കാരണം ഇവിടുത്തെ കേരളത്തിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥരായാലും എല്ലാം തന്നെ അവർക്ക് സ്വാഭാവികമായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയ നേതൃത്വത്തോട് ചെറിയൊരു ബന്ധമുണ്ട്. അല്ലെങ്കിൽ അവർക്കൊരു സമ്മർദ്ദത്തിലെത്തിയതിനപ്പുറത്തേക്ക് മാത്രമേ ഇവരെയൊക്കെ പ്രതിപട്ടികയിൽ ചേർക്കാൻ പറ്റുള്ളൂ എന്നുള്ള മാനസികാവസ്ഥയിലാണ് കേരളത്തിലെ ആഭ്യന്തര വിഭാഗം. ഞാൻ നേരത്തെ പറഞ്ഞു, അതിൽ ഒരു കാരണം കൂടി സൂചിപ്പിക്കാനുള്ളത്, ഞാൻ ഈ 39 ദിവസമാണ് അവിടുന്ന് ഈ ശബരിമലയിൽ നിന്ന് ഈ സ്വർണ്ണ ഇത് കൊണ്ടുപോയിട്ട് ചെന്നൈയിലെത്തുന്നതിന് 39 ദിവസം കാലതാമസം എടുത്തു എന്നുള്ളത് റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ട്. ഈ 39 ദിവസം ഇവിടുന്ന് കൊണ്ടുപോയ ഈ സ്വർണ്ണാഭരണങ്ങൾ അല്ലെങ്കിൽ ദ്വാരപാലക വിഗ്രഹം ഉൾപ്പെടെയുള്ള ആ സ്വർണ്ണപ്പാളികൾ ഉൾപ്പെടെയുള്ളത് കൊണ്ടുപോയി 39 ദിവസം ചെന്നൈയിലെത്തിയപ്പോൾ ഈ 39 ദിവസം എവിടെയായിരുന്നു എന്ന് ഇത് തിരിച്ചറിയാൻ ഇവിടുത്തെ ഇൻ്റലിജൻസ് സംവിധാനത്തിന് കഴിയണ്ടേ? കഴിയാത്തതല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൃത്യമായി അവരുടെ കയ്യിൽ ഡാറ്റ ഉണ്ട്. പക്ഷേ ഇത് ചെന്നെത്തുന്നത് ആരിലാണ്? ആഭ്യന്തര വകുപ്പിലാണ്. ആരാണ് ആഭ്യന്തര വകുപ്പ് കൈയാളുന്നത്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ്. അപ്പോൾ ആ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലുള്ള പോലീസ് സംവിധാനം അതിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരെയോ അതല്ലെങ്കിൽ അതിന് മുകളിലുള്ളവരെയോ പ്രതിയാക്കിക്കൊണ്ട് അവർക്കൊരു പ്രതിപട്ടിക തയ്യാറാക്കാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് ഹിന്ദു ഐക്യവേദി ഒരു ദേശീയ ഏജൻസി, CBI പോലുള്ള ഒരു ഏജൻസി ഇക്കാര്യത്തിൽ അന്വേഷിച്ചാൽ മാത്രമേ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തു വരുള്ളൂ എന്ന് അനുമാനിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. ഓക്കെ, ഹിന്ദു ഐക്യവേദി CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അദ്ദേഹം വിശദീകരിച്ചു. ഇന്ന് ഈ സംസാരിച്ചതിൽ നിന്ന് ഒരു പുതിയൊരു വാർത്തയായിട്ട് വരാൻ പോകുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ രാജാവ് നൽകിയ അല്ലേ സ്കൗട്ട്സിൻ്റെ യൂണിഫോം, ഗോൾഡൻ യൂണിഫോം അത് രാജാവ് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ജസ്റ്റിസ് KT ശങ്കരൻ അദ്ദേഹം സന്നിധാനത്തേക്ക് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സന്നിധാനത്ത് എത്തുകയാണെങ്കിൽ അദ്ദേഹം
പ്രധാനമായും പരിശോധിക്കേണ്ടത്, എത്തുന്ന സമയത്ത് അദ്ദേഹം പ്രധാനമായും പരിശോധിക്കേണ്ടത് ഈ നേരത്തെ സന്ദീപ് തമ്പാനൂർ പറഞ്ഞ ആ സ്കൗട്ടിൻ്റെ ഗോൾഡൻ യൂണിഫോം, രാജാവ് നൽകിയ ഗോൾഡൻ യൂണിഫോം, അത് ആറന്മുള സ്ട്രോങ് റൂമിലുണ്ടോ? സാധാരണ സ്ട്രോങ് റൂമിൽ, ആറന്മുളയിലെ സ്ട്രോങ് റൂമിലാണ് ഇതൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. സ്ട്രോങ് റൂം എന്തായാലും തുറന്ന് പരിശോധിക്കും. തുറന്ന് പരിശോധിക്കുന്ന വേളയിൽ ഈ യൂണിഫോം ഉണ്ടോ എന്നുകൂടി അദ്ദേഹം നോക്കേണ്ടതുണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ, ഓരോ ദിവസം കഴിയും തോറും അനുദിനം പുതിയ പുതിയ വാർത്തകളാണ്, ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് പുറത്ത് വന്നിരിക്കുന്നത്. നമുക്ക്